സമാധാനം മാത്രമല്ല, എല്ലാ സൗകര്യവും ഇല്ലേ ഉണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ അറിയോ? കുടുംബ ജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടത് സൗന്ദര്യമല്ല, സമ്പത്തല്ല, സൗകര്യങ്ങളല്ല, മറിച്ച് അവിടെ താമസിക്കുന്ന ആളുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം അപരിചിതരായ, വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത പ്രദേശത്തുള്ള രണ്ടാളുകൾ കൂടെ ജീവിക്കാൻ തയ്യാറാവുക എന്നാണ്. സ്വാഭാവികമായി അവർക്കിടയിൽ ചില ചേരായ്മകളും പോരായ്മകളും ഉണ്ടാവും. ഇത് ആരോഗ്യകരമായി ചേർത്ത് വെക്കുന്നിടത്താണ് ഒരു കുടുംബം വിജയിക്കുന്നത്. അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മവദ്ദത്താണ്. വജഅല ബൈനക്കും മവദ്ദത്ത്. മവദ്ദത്ത് 25 കൊല്ലം മുമ്പ് ഞാൻ തലശ്ശേരി പെരിങ്ങത്തൂരിലാണ് പൊതുവ. എന്റെ പള്ളിയുടെ മുമ്പിലെ സഫിലിരിക്കുന്ന ഒരു ബാപ്പ, ആ ബാപ്പക്ക് ഒരു പെൺകുട്ടിയുണ്ട്, ഫരീദ എന്നാണ് അവളുടെ പേര്. അവിടെ കല്യാണം കഴിച്ചത് പെരിങ്ങത്തൂരിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള കടവത്തൂരിൽ ഒരു യുവാവാണ്. അവർ 13 ദിവസമാണ് കൂടെ ജീവിച്ചത്. 14ാമത്തെ ദിവസം ഈ യുവാവിന് ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. 2 ആഴ്ച കൊണ്ട് ഭാര്യക്കുള്ള വിഷയമായി ആ യുവാവ് വീണ്ടും കേരളത്തിലെത്തി. അദ്ദേഹം പ്ലെയിൻ ഇറങ്ങിയത് ബോംബെയിലായിരുന്നു. അവിടെ നിന്നിട്ട് ബസ്സിലാകേണ്ടത് ലക്നൌവിൽ വെച്ച് ഈ ബസ് മാരകമായ ആക്സിഡന്റിൽ പെട്ടു. നട്ടെല്ല് നിശേഷം തകർന്നു പോയി. 25 കൊല്ലം മുമ്പ്. ഒന്ന് ഒരു ചോറ് തൊള്ളേക്കാൾ ഇട്ട് കൊടുക്കാനല്ലാതെ ഒരു മണി വറ്റിതിൽ വീണാൽ നമ്മൾ എടുത്താണ്ട് വെച്ചു കൊടുക്കണം. ഈ യുവാവിനെ ചികിത്സിച്ച ഡോക്ടറും, യുവാവിന്റെ കുടുംബവും, ഭർത്താവിന്റെ കുടുംബവും, നാട്ടുകാരും, വീട്ടുകാരും, പള്ളിക്കമ്മിറ്റിക്കാരും ഒരേ സ്വരത്തിൽ ഫരീദയോട് പറഞ്ഞു, ഫരീദ, ഈ യുവാവിന് നിന്നെ ഒരു കുടുംബം തരാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ, സംതൃപ്തിയോടെ നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണം. പക്ഷേ ഫരീദ തയ്യാറായില്ല. 18 കൊല്ലക്കാലം ഒരു ചുടുചുംബനം നൽകാൻ സാധിക്കാത്ത, ഒന്ന് കെട്ടിപ്പിടിക്കാൻ സാധിക്കാത്ത, ഒരു കുഞ്ഞിക്കാല് സംഭാവന ചെയ്യാൻ സാധിക്കാത്ത ഈ യുവാവിനെ മാറോട് ചേർത്ത് പിടിച്ച് പരിചരിക്കാൻ ഫരീദ കാണിച്ച വികാരത്തിന്റെ പേരാണ് മവദ്ദത്ത്. ഇതാണ് ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഉണ്ടാവേണ്ടത്. ഫരീദയുടെ കൂട്ടുകാരികൾ വന്നു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഫരീദ, ഈ ജീവച്ഛവത്തെ നമുക്ക് നോക്കാം, നോക്കിയാ പോരെ, നിനക്ക് വേറെ കല്യാണം കഴിച്ചൂടെ? ഇയാളെ നീ നോക്കിക്കോ, പക്ഷെ നിനക്ക് വേറെ കല്യാണം കഴിച്ചുകൂടെ? കല്യാണം കഴിക്കണമെങ്കിൽ ഇയാളെ തയ്യാറക്കല്ലുണ്ട്, ആവണം. ആരാന്നറിയോ? ഈ കിടക്കുന്നത് ആരാന്നറിയോ? ആരാ? എന്താ സാധനം എന്നറിയോ? എന്താ? സ്വർഗത്തിന് 8 വാതിലുണ്ട്. നിസ്കാരത്തിനൊരു വാതിലുണ്ട്, സക്കാത്തിനൊരു വാതിലുണ്ട്, ജിഹാദിനൊരു വാതിലുണ്ട്, നോമ്പിനൊരു വാതിലുണ്ട്. നിസ്കരിച്ചാലേ നിസ്കാരത്തിന്റെ വാതിൽ കൂടെ കയറി പോകാൻ കഴിയുള്ളൂ. നോമ്പ് നോറ്റാലേ റയ്യാൻ എന്ന കവാടത്തിലൂടെ കയറി പോകാൻ കഴിയുള്ളൂ. എന്നാൽ എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചൊരു വചനമുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഭർത്താവ് സംതൃപ്തനായി കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും ഈ പെണ്ണിന് മുമ്പിൽ അല്ലാഹു തുറന്നു വെക്കുമെങ്കിൽ ഈ കിടക്കുന്നത് ജീവച്ഛവമല്ല, ഈ കിടക്കുന്നത് എന്റെ ഭർത്താവ് എന്ന മനുഷ്യനല്ല, എന്റെ സ്വർഗത്തിന്റെ 8 വാതിലുവാ. ഇതിനെ തട്ടിക്കളയണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? നോക്കി ചോദിച്ച ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല 18 വർഷം കഴിഞ്ഞപ്പോ ഈ യുവാവിനെ കൊണ്ടുപോയി പരലോകത്തേക്ക്. ഇന്ന് എന്റെ സഹോദരി ഫരീദ എന്ന പെൺകുട്ടി വിവാഹം കഴിച്ച് ദുബൈയിൽ സുഖമായി ജീവിക്കുന്നു. ആ ഫരീദ ഈ യുവാവിനോട് കാണിച്ച വികാരത്തിന്റെ പേരാണ് മവദ്ദത്ത്. അതാണ് ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഉണ്ടാവേണ്ടത്. ഇനി 1-2 കാര്യം മാത്രം. എന്റെ സഹോദരിയോട്, ഇവിടെ എവിടെ ഇരിക്കുന്നവ പെൺകുട്ടി, അവളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഖദീജയായി മാറണം. ഖദീജ റളിയല്ലാഹു അൻഹ ഇന്ന് നമ്മൾ നിസ്കരിക്കണമായി ഒരു വക്ത് നിസ്കരിച്ചില്ല കേട്ടോ. നമ്മൾ നോമ്പ് കൊടുക്കണമായി ഒരു നോമ്പ് നോറ്റില്ല കേട്ടോ. നമ്മൾ കൊടുക്കണമായി സക്കാത്തും കൊടുത്തില്ല കേട്ടോ. നമ്മൾ ചെയ്തമായി ഹജ്ജും ചെയ്തില്ല. എന്തല്ലോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു പ്രവാചകനോട് പറഞ്ഞാ, പ്രവാചകരെ, ഖദീജ റളിയല്ലാഹു അൻഹ നിങ്ങൾക്കുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കൊണ്ടുവരുമ്പോഴേ എന്റെ സലാം പറയണം. ആരെ സലാം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്. അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരോട്? ഖദീജ റളിയല്ലാഹു അൻഹയോട്. എന്തിനാ? സ്വർഗത്തിൽ ഒരു വലിയ കൊട്ടാരം അല്ലാഹു അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം താങ്കളുടെ ഇടയോട് പറയണം. ഈ ചോദിക്കട്ടെ, ഈ പ്രബുദ്ധമായ സദസ്സിനോട്, ഒരു വക്ത് നമസ്കരിക്കാത്ത, ഒരു സക്കാത്ത് കൊടുക്കാത്ത, ഒരു നോമ്പ് നോൽക്കാത്ത, ഒരു ഹജ്ജ് ചെയ്യാത്ത ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗ്ഗം കിട്ടിയത് എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറോട് ചേർത്ത് പിടിച്ചു. തനിക്കുള്ളതെല്ലാം സംഭാവന ചെയ്തു. പ്രബോധന വഴിയിൽ തളരുമ്പോഴെല്ലാം താങ്ങായി മാറി.
അങ്ങനെ മാറാൻ ഈ പെൺകുട്ടിക്ക് സാധിക്കണം. എന്റെ യുവ സഹോദരനോട് എനിക്ക് പറയുവാനുള്ളത്, താങ്കൾ ആരാവണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവണം. അദ്ദേഹം വിവാഹം കഴിച്ച് നമ്മുടെ ഉമ്മമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, 9 വയസ്സാ പ്രായം. ആ കൊച്ചു പെൺകുട്ടി ആ വീട്ടിൽ വന്നു, വളർന്നു വലുതായി, പണ്ഡിതയായി, കവിയത്രിയായി, പ്രഭാഷകയായി, ഡോക്ടറായി, ഒരു സൈന്യം നയിക്കാൻ മാത്രം കെൽപ്പുള്ളവരായി. വിവാഹത്തിന് ശേഷമാണോ മുമ്പാണോ? വിവാഹത്തിന് ശേഷം. അപ്പൊ ആ കൊച്ചു പെൺകുട്ടി, അങ്ങനെ പറയാൻ പറ്റുമോ നിൽക്കാൻ, നമ്മളെ ഉമ്മയാണ് ആ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നമ്മുടെ നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊടുത്ത കെയറിങ്, ചേർത്തുപിടുത്തം, പ്രോത്സാഹനം, സ്നേഹം, പരിഗണന, അത് ഈ ഭർത്താവിന് ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ സാധിക്കണം. ഭാര്യന്റെ ഉപ്പനോട് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം പെടുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മോശാക്ക അലി റളിയല്ലാഹു അൻഹു എന്ന പുയ്യാപ്പൾ കൊടുത്ത സ്നേഹം ഭാര്യ വീട്ടിൽ ഈ യുവാവിന് കിട്ടുമെങ്കിൽ ഈ വിവാഹ ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ട് പോകും. ഒരു കൃത്യകാര്യം അവസാനിപ്പിക്കട്ടെ. എപ്പോഴാണ് ഒരു ഭാര്യ ഭർത്താവിന് സൗഭാഗ്യമാകുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചത് അലി റളിയല്ലാഹു അൻഹുവാണ്. ഗർഭിണിയായിരിക്കെ, ഗർഭിണിയൊക്കെ ചില ഭക്ഷണ പദാർത്ഥത്തോട് താല്പര്യം ഉണ്ടാവുമല്ലോ. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോഴേ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലി കാരക്ക തിന്നാൻ വല്ലാത്ത പൂതിയാണ്, ഓടി ഇന്നത്തെ മദീന കാരക്ക മാർക്കറ്റിലേക്ക്. അവിടെ ചെന്ന് നോക്കും 5 പൈസ കയ്യിലില്ല, എങ്ങനെ വാങ്ങാൻ? അപ്പൊ ബെൽറ്റ് കെട്ടിക്കണ്, അത് കഴിച്ചാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഈ ബെൽറ്റിന് എന്താണോ നീ കാണുന്ന വില, അതിന് സമാനം കുറച്ച് കാരക്ക എന്നെ ഭാര്യക്ക് കൊടുക്കാനുള്ള ഗർഭിണിയാണ്. ബെൽറ്റിനൊരു വില ഉണ്ടാവില്ല, എന്നാലും വാങ്ങി വെച്ചു. ഇവിടുത്തെ കാരക്കാണ്ട് കൊടുത്തു, സന്തോഷമായി, ഓടുകയാണ്, ഭാര്യക്ക് കൊടുക്കാലോ. അപ്പോഴാണ് വേക്കുന്ന ഒരു വിളി, അലി ഒരു യാചകനാണ്, കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ആ കാരക്ക് എനിക്ക് തരുമോ? ആര് കൊടുത്തു? നമുക്ക് കൊടുക്കാൻ ധൈര്യം ഉണ്ടാവുമോ? ഉണ്ടാവും. എന്താ കാരണം? വേറെ വാങ്ങാൻ പൈസ ഉണ്ടാവും. ഒരു പൈസയില്ല, വേറെ വാങ്ങാൻ പണമില്ല. ഇത് കാത്തിക്കാണ് ആ ഭാര്യ അവിടെ. പക്ഷെ കൊടുക്കാൻ അയ്യല്ലാഹു യാതൊരു മടിയും ഉണ്ടായില്ല. കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു ആശങ്ക ഉണ്ടായി, എന്താപ്പോ ഓളോട് പറയാ, എന്തായിരിക്കും ഫാത്തിമന്റെ പ്രതികരണം എന്നൊരു ആശങ്ക ഉണ്ടാവാതിരുന്നില്ല. വീട്ടിൽ ചെന്ന് ഫാത്തിമാളത്തോടെ കാരക്കപ്പറ്റി ചോദിച്ചതല്ല. കാരണം അപ്പൊ ചോദിക്കാതെ അയ്യല്ലാഹുവിന് കൂടുതൽ പ്രയാസം. എന്താ ഫാത്തിമായി ചോദിക്കാത്ത? ഇനി ഞാൻ പറഞ്ഞാൽ കാരക്കക്ക് ഇതെന്താ ചോദിക്കാത്ത? കാരക്ക കിട്ടിയാല് എനിക്ക് തരും, നിങ്ങൾക്ക് അറിയാലോ. ഒന്നൊരു സാധനം കിട്ടിയിട്ടുണ്ടാവൂല, അല്ലെ വാങ്ങാൻ പൈസ ഉണ്ടാവൂല. കാരക്ക കൊണ്ടുവന്നാൽ എനിക്ക് നിങ്ങൾ തരാണ്ടിരിക്കോ? അത് എനിക്കറിയില്ലേ. അപ്പൊ അയ്യല്ലാഹു കാരക്ക കിട്ടുകയും ചെയ്തു, വാങ്ങുകയും ചെയ്തു. ഫാത്തിമ, ആ കാരക്ക നിനക്ക് തരാതെ ആ യാചകന് കൊടുത്തതിൽ നിനക്ക് എന്നോട് എന്തെങ്കിലും പരിഭവണ്ട ഫാത്തിമാന്ന? ഇവിടെ ഇരിക്കുന്ന ഫാത്തിമമാർക്ക് ഒരു മാസം തെറ്റി നടക്കാൻ വേറെ ഒരു കാരണം വേണ്ട. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങൾ ആ കാരക്ക കൊണ്ടുവന്ന് ഞാനത് കഴിച്ചിരുന്നെങ്കിൽ എന്റെ നാവിലുണ്ടാകുമായിരുന്നതിനേക്കാൾ മധുരം എന്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ചെയ്തതാണ് ശരി. സാഹചര്യത്തെ മനസ്സിലാക്കി, സന്ദർഭം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുവാനും ചേർന്ന് നിൽക്കുവാനും ദമ്പതികൾക്ക് സാധിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊക്കെ ഇനി നമ്മുടെ കുടുംബത്തിന്റെ ഇഹപര നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വിവാഹിതരാകുന്ന ഈ നവദമ്പതികൾക്ക് ഏറ്റവും സന്തോഷകരമായ, സംതൃപ്തമായ, ഇസ്ലാമികമായ കുടുംബ ജീവിതം നയിക്കുവാനും സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകാനും കുടുംബസമേതം സ്വർഗത്തിൽ കടക്കുവാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ നിക്കാഹ് ഏറ്റവും ഹൈറും ബർക്കത്തുമുള്ള സ്വാലിഹായ ഒരു അമലായി ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഈ ഹോളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളുടെ കുടുംബ സമേതം റബ്ബേ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഈ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇവിടെയുണ്ട്, വീടുകളിലുണ്ട്, അവർക്ക് നീ ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.